നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നറിയാം ഒരുപാട് ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വളരെ കൂടിക്കൂടിക്കൊണ്ട് വരികയാണ്. നമുക്കറിയാം വളരെ നല്ല രീതിയിൽ നമ്മൾ കാണുന്ന ഫിറ്റ്നസ്സായ ആൾക്കാർ പോലും വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. നമ്മൾ പുറമേ കാണുന്ന ഫിറ്റ്നസ് അല്ല ശരിക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ആരോഗ്യമാണ് ശരിക്കും ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി എ ഫിറ്റ്നസ് പ്രൊഡക്റ്റ്. ഇതൊരു മെഡിക്കൽ പ്രൊഡക്റ്റ് അല്ല, ആദ്യം തന്നെ പറയാണ്, ഒരു ഫിറ്റ്നസ് പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഫുട്ട് മസാജർ ആണ്. ഫുട്ട് മസാജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ അടിഭാഗം, അക്യുപങ്ക്ചറും അക്യുപ്രഷറൊക്കെ പറഞ്ഞു വെച്ചാൽ കാലിന്റെ അടിഭാഗത്തിന് ദേ ആർ കൺസിഡർ ആസ് എ സെക്കൻഡ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ അതേ പ്രാധാന്യം നമ്മുടെ കാലിന്റെ അടിഭാഗത്തുണ്ട്. നമുക്കറിയാം നമ്മുടെ എല്ലാ വെയിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിന്റെ അടിഭാഗത്താണ്, അല്ലെങ്കിൽ എല്ലാ വെയിൻസും വന്നു ചേരുന്നത് കാലിന്റെ അടിഭാഗത്താണ്. അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, നമ്മുടെ പ്രായമുള്ള മുതുമുത്തച്ഛന്മാരൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും മണ്ണിൽ ചവിട്ടി നടക്കണം എന്നൊക്കെ പറയാറുണ്ട്. മണ്ണിൽ ചവിട്ടി നടക്കണം, അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാണ്ട് നടക്കണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരാളുടെ ചെരുപ്പ് ഉപയോഗിക്കാണ്ട് നടക്കണം എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു ഇൻഡസ്ട്രിയാണ്, അതൊരു ബിസിനസ്സാണ്. ചില ആൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇനിയൊരു പെട്ടെന്ന് ആൾക്കാർക്ക് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഉറപ്പായിട്ടും. അപ്പം നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിൻ്റെ അടിഭാഗത്ത് മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഗുണങ്ങളാണ്. ശരിക്കും ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുട്ട് മസാജിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റിസൾട്ട്സ് ആണ്. ഇത്രയും ബെനിഫിറ്റ് ആണ് നമ്മൾ കാലിൻ്റെ അടിയിൽ കറക്റ്റ് മസാജ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ വെയിൻ പോകുന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. യെസ് ഒബ്വിയസ്ലി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അധികമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. മറ്റ് ഫുഡ് മസാജുമായി ബന്ധപ്പെട്ട് പല പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു ലെവലിൽ ഈ ഒരു കാറ്റഗറി ഉള്ള പ്രൊഡക്റ്റുകൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഫുഡ് മസാജിന്റെ ബെനിഫിറ്റ്സ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രമാത്രം പറയാനുണ്ടാവും. അപ്പോൾ ഇതിന് ശരിക്കും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കൂടിയിട്ട് കാഴ്ചശക്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ വെയിൻസിലെ കൂടെ ഇതിലേക്കുള്ള വെയിൻസിലൊക്കെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പമ്പിങ് ചെയ്യുന്ന സമയത്ത് കാഴ്ചശക്തി വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്കിന്നിന് നല്ല മാർദ്ദവം ലഭിക്കും. അതുപോലെ മുടി കൊഴിച്ചിൽ പ്രതിരോധിക്കുന്നു പറയുന്നുണ്ട്. ഗ്യാസ് ട്രബിളും നെഞ്ചിരിച്ചിലും റിസൾട്ട് വരുന്നുണ്ട്. നല്ല സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് കിട്ടും നൈറ്റിൽ. രാത്രിയൊക്കെ ചെയ്ത് പോയിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഉറക്കം കിട്ടും. ജോയിന്റ് പെയിൻസിന് നല്ല റിസൾട്ടാണ് ഈ ഇത് ചെയ്യുമ്പോൾ. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നടന്നു കഴിഞ്ഞാൽ ജോയിന്റ് പെയിൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡീടോക്സിഫിക്കേഷൻ, അതാണ് മെയിനായിട്ട് ഒന്നും കൂടെ പറയാനുള്ളത്. നമുക്ക് ഡീടോക്സിഫിക്കേഷൻ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തേക്ക് വരാമെന്ന്. അതുപോലെ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രഷർ മാക്സിമം കുറയും. നമുക്ക് ടെൻഷൻ അധികം ഉണ്ടാവില്ല, പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. ഫ്യൂച്ചറിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ലേഡീസിന് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ആക്ച്വലി ലേഡീസിനോട് അവർക്ക് ഒരിക്കലും രാവിലെ പോയിട്ട് ജിമ്മിലോ യോഗക്കോ ഫിറ്റ്നസിനോ പോകാൻ പറ്റുന്ന സമയം ഉണ്ടാവില്ല, അതേപോലെ രാത്രി ഉണ്ടാവില്ല. അപ്പോൾ 24/7 എന്ന് പറഞ്ഞാൽ ലേഡീസ് വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടുതൽ സമയം നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ കാലിന് വേദന വരാനുള്ള സാധ്യത, മുട്ടുവേദന വരാനുള്ള സാധ്യത, വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ലേഡീസിനൊക്കെ ഡെയിലി രാവിലെയും വൈകുന്നേരം ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വരുന്നതിൽ നിന്ന് മാറ്റം കിട്ടും. അപ്പോൾ വീടുകളിലെ ലേഡീസിന് ഒരു നല്ലൊരു ഐഡിയൽ പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് നമുക്ക് ഇതുപോലത്തെ ഫിസിക്കൽ പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ വരുന്നതിൽ നമുക്ക് നമ്മളെ ബോഡി ഫിറ്റ്നസ് ആക്കുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സിനൊക്കെ മസാജ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഡിവൈസാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 4 വയസ്സുള്ള കുട്ടി മുതൽ 80 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഇത് യൂസ് ചെയ്യാം. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത 2 കാറ്റഗറി ആൾക്കാർ. പ്രഗ്നന്റ് ലേഡീസിന് ഇത് റെഫർ ചെയ്യുന്നില്ല, ഹാർട്ട് സർജറി കഴിഞ്ഞവർക്ക് റെഫർ ചെയ്യുന്നില്ല, ബാക്കി എല്ലാവർക്കും ചെയ്യാം. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെയാണ്. ഇപ്പോൾ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഡോക്ടേഴ്സ് ഡയബറ്റിക് പേഷ്യൻറ്റിനെ ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് ചെയ്യാമെന്നാണ് നമുക്ക് ഇത്രയും കാലത്തെ അനുഭവം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ കുറച്ച് മുന്നേക്കെ ആണെങ്കിൽ നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വെൽനസ് ഇൻഡസ്ട്രി വന്നതിന് ശേഷം ആൾക്കാർക്ക് അസുഖം വരാതെ എങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതേപോലെ ഇപ്പോഴത്തെ എല്ലാ ഡോക്ടർമാരും പറയുന്ന ഡയബറ്റിക്കായ പേഷ്യൻസ് ഒക്കെ പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഡെയിലി രാവിലെ എഴുന്നേറ്റ് നടക്കണം, പറ്റുമെങ്കിൽ ഡെയിലി അരമണിക്കൂറെങ്കിൽ യോഗ ചെയ്യണം, അല്ലെങ്കിൽ ഫിറ്റ്നസ് ജിം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പല ആൾക്കാർക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെയിലി രാവിലെ വൈകുന്നേരം ഒരു 10 മിനിറ്റ് ഡിവൈസ് ഫുട്ട് മസാജർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കാലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയ തന്നെ ശരീരത്തിൽ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറുന്നതാണ് പറയുന്നത്. എഗെയിൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലെ ടോക്സിൻസ് വെളിയിലേക്ക് വരും, നമുക്ക് ഫിസിക്കലായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അത് ഒരു
വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ആണ്. സെല്ലിംഗ് പോയിന്റ് പറഞ്ഞ് ബിസിനസ് പറയുന്നില്ല. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് വെളിയിലേക്ക് വരുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് 3-4 മെറ്റൽസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. ആക്ച്വലി ഇത് കാണുമ്പോൾ നമ്മളെ ഒരു ബ്രോൺസിൻ്റെ ഒരു പ്ലേറ്റ് പോലെയാണ്. മെറ്റൽ പ്ലേറ്റ് തന്നെയാണ് ആക്ച്വലി. അത് കോപ്പർ, സിങ്ക്, ടിൻ ഇതൊക്കെയുള്ള മെറ്റൽസിൻ്റെ കോമ്പിനേഷനാണ്. ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24 അക്കി പോയിന്റ്സ് നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ആക്കിയ ശേഷം കാല് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്യുന്ന സമയത്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേഷനാവും. ബിക്കോസ് ഇത് ഈ പോയിന്റ്സിന് മുകളിൽ കാല് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു 5 മിനിറ്റ് കൂടുതൽ വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് വൈബ്രേഷൻ ആകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ വൺസ് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബ്രെയിനിൽ പോലും എൻ്റെ എഫക്റ്റ് നമുക്ക് അറിയുന്നുണ്ടെന്നാണ്. അത്ര ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ മസാജ് ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കാല് സ്മൂത്തായിട്ട് അതിൻ്റെ മുകളിൽ റൊട്ടേഷൻ ആകുമ്പോൾ നമുക്ക് കാല് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കോക്കനട്ട് ഓയിലിൻ്റെ കളർ നമുക്കറിയാം, പ്ലെയിൻ കളറാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളെ ടോക്സിൻസ് വരുന്ന സമയത്ത് ഈ കളർ ബ്ലാക്ക് കളറിലേക്ക് മാറും. അപ്പോൾ അത് ടോക്സിൻസ് വെളിയിലേക്ക് വരുന്നതാണ്. ഇത് പല ആൾക്കാരും ചോദിക്കുന്നത് ഈ മെറ്റലിൻ്റെ കളർ കൊണ്ടാണോ ഇത് വരുന്നത് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരം, നിങ്ങളിത് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് മാത്രം പോകരുത്. ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2 വീക്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്ന ടോക്സിൻസ് അളവും 1 മാസം കഴിഞ്ഞിട്ട് വരുന്ന ടോക്സിൻസ് അളവും വ്യത്യാസം ഉണ്ടായിരിക്കും. അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും. വളരെ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അന്നേരം നമുക്ക് അറിയാം മെഷീൻ്റെ ഇതിൻ്റെ കോമ്പിനേഷനെ കൊണ്ട് വരുന്ന ഇതല്ല. പക്ഷേ ആ മെഷീൻ്റെ മെറ്റൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഹീറ്റിൽ കൂടിയാണ് നമുക്ക് ടോക്സിൻസ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാനൊന്ന് നോക്കട്ടെ. തീർച്ചയായിട്ടും ഇത് സത്യം നമ്മൾ എല്ലാവരോടും പറയുന്നൊരു കാര്യം. നമ്മൾ വായു കൊണ്ട് പലതും പറയാം, പക്ഷെ അനുഭവിച്ചറിയുന്നതാണ് ശരിക്കും സത്യം. അപ്പോൾ അതുകൊണ്ട് സാർ ഇത് അനുഭവിച്ചിട്ട് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാറിന് കൂടുതലായിട്ട് പറയാൻ പറ്റും. നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ ഡിവൈസ്. ജാക്മാറിന്റെ ഫുഡ് മസാജർ ഡിവൈസ് ആണ് ഇത്. ആക്ച്വലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോപ്പർ, ടിന്ന്, സിങ്ക് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് ഈ മെറ്റൽ പ്ലേറ്റ് വരുന്നത്. ഈ പ്ലേറ്റ് ഓക്കെ. ഇത് ആക്ച്വലി ഇതിൽ നമ്മൾ കാണിക്കുന്ന ഇതൊക്കെ അക്കി പോയിന്റ്സ് ആണ്, പ്രഷർ പോയിന്റ്സ് ആണ്. ഈ പ്രഷർ പോയിന്റ്സിലാണ് നമ്മൾ കാല് പ്ലേസ് ചെയ്യുന്നത്, നമ്മൾ ഫുട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ 5 മിനിറ്റ് ക്ലോക്ക് വൈസും 5 മിനിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേഷൻ ആവും. ഇത് ഓൾറെഡി ഡിഫോൾട്ട് ടൈമർ സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ കാണിക്കും നമുക്ക് ഇവിടെ 10 മിനിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. 10 മിനിറ്റാണ് ഒരു മെഷീൻ വർക്ക് ചെയ്യുക. പിന്നെ 5 മിനിറ്റ് ക്ലോക്ക് വൈസും സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേഷൻ ആവുന്നതാണ്. ഇതുപോലെ ഒരു ദിവസം എത്ര മസാജസ് ഇതിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരു ഫ്രാഞ്ചൈസിക്ക് എടുക്കുന്ന ആൾക്കാർക്ക് അവിടെ ആവശ്യമില്ല. സ്റ്റാഫിന് ഇതിൽ വേറെ കാര്യങ്ങൾ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൽ ചെയ്യുമ്പോൾ നമുക്ക് കാല് ഇതിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി ഡെമോ എടുക്കാം. കാല് വെച്ചോളൂ താങ്കൾ. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം ഈ പോയിന്റ്സിന് കറക്റ്റ് വരണം, ബാക്കി താഴെ ഉപ്പൂറ്റിൻ്റെ ഭാഗത്തിലെ പോയിന്റ്സിന് കറക്റ്റ് പ്ലേസ്ഡ് ആവണം. എങ്കിൽ മാത്രമേ എല്ലാ സ്ഥലത്തും നമുക്ക് ശരിക്കും അതിൻ്റെ മസാജിങ് നടക്കുകയുള്ളൂ. ഓക്കെ, ഓൺ ചെയ്യുന്നുണ്ട്. അമർത്തി വെച്ചോളൂ. ഇത് മസാജ് ഓയിലാണ്. നമുക്ക് 2 കാര്യത്തിന് പറയാം. ഒന്ന് മസാജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറയാം, പിന്നെ ഇതിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഓയിൽ വേണം നിർബന്ധമാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഓയിൽ നമ്മൾ ഒഴിച്ച ഓയിലിൻ്റെ കളർ പ്ലെയിൻ കളറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടോക്സിൻസ് വരുമ്പോൾ ഓയിലിൻ്റെ കളറ് ബ്ലാക്ക് കളറിലേക്ക് മാറും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അപ്പോൾ തന്നെ അറിയാം, ഫിസിക്കലി അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സിനടുത്തേക്ക് നമ്മൾ കാല് മാറ്റി വെക്കണം. 1 by 1 ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ബ്രെയിനിൽ വരെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് പറയുന്നത് ചെയ്യുമ്പോൾ. ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലത്തെ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് കാലിന് മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് കാലിന് മുറിവുണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. മുറിവുണ്ടായാലും പെട്ടെന്ന് ഉണങ്ങാനുള്ള ചാൻസ് കാലിന് മുറിവുള്ള ആൾക്കാർക്ക് അല്ല, ഈ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് ശരിക്കും കാലിന് മുറിവ് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ വൂണ്ടൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നല്ല റിലാക്സേഷൻ ആയിരിക്കും, രാത്രി നല്ല ഉറക്കം കിട്ടും, സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നതാണ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ കാഴ്ചശക്തി കൂടും,
അങ്ങനെ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫുഡ് മസാജിൻ്റെ റിസൾട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര റിസൾട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് നോക്കണം. അതിൻ്റെ മുകളിലേക്ക് അവിടെ കണ്ടില്ലേ ബ്ലാക്ക് കളർ വരാൻ തുടങ്ങിയില്ലേ? ഫസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നല്ല ടോക്സിൻ ഉണ്ടാവും. എന്നാലും താങ്കളുടെ കണക്ക് തോന്നുന്നു കുറച്ച് കമ്പാരിറ്റീവ് കുറവാണ്. ചില ആൾക്കാർക്ക് നല്ല കളറായിരിക്കും, ബ്ലാക്ക് ആയിരിക്കും. നോക്കാം, നമുക്ക് സമയമുണ്ട്. 2 മിനിറ്റിലായുള്ളൂ. 5 മിനിറ്റ്. ഇനി ഇങ്ങോട്ട് തിരിയും. പിന്നെ അത് നല്ലോണം കറുത്ത് വന്നിട്ടുണ്ട് അല്ലേ? ടോക്സിൻസ് ഒക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. ഒബ്വിയസ്ലി ജെൻസ് ആണല്ലോ പുറമേ നിന്ന് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ജെൻസിൻ്റെ കാലിൽ ടോക്സിൻസ് കൂടുതലുണ്ടാവും, ബോഡിയിൽ ടോക്സിൻസ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏകദേശം 10 മിനിറ്റുകളായി, 9 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നോക്കാം, നമുക്കത് ഫോക്കസ് ചെയ്താൽ എടുത്തു കഴിഞ്ഞാൽ അറിയാം അതിൽ എത്രത്തോളം കളർ മാറിയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ആദ്യം നമ്മൾ മസാജ് ഓയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മസാജ് ഓയിൽ ആയിരുന്നു ഇതിലേക്ക്. കറക്റ്റ്. ബ്ലാക്ക് നല്ലോണം ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, കാലൊന്ന് കാണിക്കണം. അപ്പോൾ കാല് ഞാൻ പൊക്കി നോക്കുകയാണ്. അയ്യോ, കാലിൻ്റെ ബാക്ക് കരി ഓയിൽ ഒഴിച്ച പോലെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതുണ്ടോ, ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല ബ്ലാക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് തന്നെ കാണിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ടോക്സിൻസ് നമുക്ക് കിട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ആളുകൾക്ക് ഈ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായി കാണും ഏകദേശം എന്തൊക്കെയാണ് ഈ മെഷീന്റെ പർപ്പസ് എന്നും അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഇതുവഴി എന്നുള്ളതും ആളുകൾക്ക് മനസ്സിലായി കാണും. സാറിന് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറയാം, സാറിന് മനസ്സിലായി സാറിന്റെ കാലിൽ നിന്ന് വന്ന ടോക്സിൻസും അതിനുശേഷം ചെയ്ത എൻ്റെ സുഹൃത്ത് മിസ്റ്റർ സന്ദീപ് ഷേണായി, അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ടോക്സിൻസ് നോക്കി തന്നെ അറിയാം വ്യത്യാസം. സാറിന്റെ കാലിൽ നിന്ന് വന്ന ടോക്സിനേക്കാളും കൂടുതലാണ് സന്ദീപിന്റെ കാലിൽ നിന്ന് വന്ന ടോക്സിൻസ്. അപ്പോൾ ഇറ്റ് മേ വാരി, പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് മേ വാരി. ആൾക്കാർക്ക് അനുസരിച്ച് ഇത് മാറി മാറി വരും. അതായത് നമ്മുടെ ബോഡിയിൽ എത്ര ടോക്സിൻസ് അത് വരുന്ന ഫിസിക്കലി അറിയാൻ വേണ്ടി പറ്റും. എഗെയിൻ ഒന്നുകൂടെ പറയാം, കമ്പാരിറ്റീവ്ലി ഇതുവരെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ജെൻസിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ലേഡീസിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ടോക്സിൻസ്. ബിക്കോസ് നമ്മളാണ് കൂടുതൽ പുറത്ത് യാത്ര ചെയ്യുന്നതും പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും ഇപ്പോഴത്തെ ന്യൂ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് ജെൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മളെ ബോഡിയിലായിരിക്കും ടോക്സിൻസ് വരാനുള്ള സാധ്യത കൂടുതൽ, ലേഡീസിന് അത്ര ഉണ്ടാവില്ല. അതൊരു പോയിന്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ആളുകൾ ഇപ്പോൾ തയ്യാറാകുന്നത് എന്തിനാണ്? രോഗം വരാതിരിക്കാൻ ആണ്. അപ്പോൾ